അല്ലാഹുവേ, പടച്ചവനെ അല്ലാഹുവേ, ഇന്നീ സദസ്സിലിരുന്നു കൊണ്ട് തൗബ ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീഴിപ്പിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് കൈപൊക്കിയോ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട ഗതികേട് കൊടുക്കല്ലേ അല്ലാ. പടച്ചറപ്പേ, മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ ഈ കൈപൊക്കിയവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നാളെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹുവേ, നന്മ തിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയവരുടെ വലങ്കയിൽ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറപ്പേ, ഈ കൈപൊക്കിയവരുടെ കൈകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലിരുന്നു കൊണ്ട് കരയുമെന്ന് തീരുമാനിച്ചവർ, ഒന്ന് അഭിനയിക്കാനെങ്കിലും തയ്യാറായവർ, ഈ കൈപൊക്കിയവർക്ക് മുത്തുനബിയുടെ ശഫാഅത്ത് കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ, ഈ കൈപൊക്കിയവർക്ക് നീ ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല. അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. കൈപൊക്കിയവർക്ക് അല്ലാഹു ഈ പ്രതിഫലം കൊടുക്കട്ടെ. കൈപൊക്കാത്തവരുടെ കാര്യം അല്ലാഹു തന്നെ തീരുമാനിക്കട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്തേ ആമീൻ പറയാൻ മടിയുണ്ടോ? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. കരയാന്ന് തീരുമാനിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിക്കണമായിരുന്നു ആമിന. നിന്നെ എല്ലാം നിന്നെ പൊക്കിപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പൊക്കിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വേണമെങ്കിൽ നീ കാല് വരെ പൊക്കും. ഇപ്പൊ രണ്ട് കൈയും പൊക്കിയില്ലേ? എന്നിട്ടും ചില മഹാന്മാർ ഇരിപ്പുണ്ട്, പൊക്കൂല. ഉസ്താദേ, നിന്റെ വലിയ വലിയ കൊലകൊമ്പന്മാര് നോക്കിയതാ എന്നെ നേരെയാക്കാൻ. ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ പൈസയല്ല ചോദിച്ചത്. ദുആ ചെയ്യുമ്പോ ഒരു തുള്ളി കണ്ണിനീരില്ലെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോ അതിനു പോലും മനസ്സില്ലാതെ നെഞ്ചു വിരിച്ചിരുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ നിനക്ക് അന്ന് തരുന്ന ഒരു പ്രതിഫലം പറഞ്ഞിട്ട് ഇന്ന് വാഴ്ന്നു പറയുന്ന. കൈപൊക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് പൊക്കിക്ക്. പൊക്കാത്തവനുള്ള പ്രതിഫലം അടുത്ത് പറയാൻ പോണേ. നല്ലപോലെ പൊക്കിക്കോ. ഇനി പൊക്കാൻ പൊക്കിക്കോ പ്രതിഫലം. ഞാൻ കൈപൊക്കാം. ഇനി കൈപൊക്കാത്തവൻ അല്ല തരുന്ന വലത് കൈപൊക്കുക, ഇടത് കൈയൊന്നുമില്ല, എല്ലാം വലതുവശം പൊക്കിക്കോ. അൽഹംദുലില്ലാ. ഇനി കൈപൊക്കാത്തവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ, നിനക്ക് അല്ല ഒരു ശിക്ഷ തരും. ഒന്ന് കരയാൻ പോലും മനസ്സില്ലാത്ത നിനക്ക് അല്ല ഒരു പ്രതിഫലം തരും. ഞാനല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. എടാ പൊന്നാര ചങ്ങാതി, മതകളകി ആന വന്നാലും നെഞ്ചു വിരിച്ച് നിൽക്കണമെന്നുള്ള നിന്റെ ഈ നെഞ്ചിടുപ്പുണ്ടല്ലോ, നിന്റെ ഈ അഹങ്കാരമുണ്ടല്ലോ, ഈ അഹങ്കാരത്തിന് അല്ല നിനക്കൊരു പ്രതിഫലം തരും. ഈ ലോകത്ത് നീ എവിടെ കിടന്നു മരിച്ചാലും, അള്ളാന്റെ ഈ ദുനിയാവില് മക്കത്തല്ല മദീനത്തല്ല, ഇനി നീ ഈ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും ഏതു കൊലകൊമ്പൻ നിനക്ക് ഷഹാദത്ത് കലിമ, ഉസ്താദാകട്ടെ, തങ്ങളാകട്ടെ, വലിയാകട്ടെ, ഇനി നബിയാകട്ടെ, ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും നിന്റെ നാവ് കൊണ്ട് നിനക്കത് പറയാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നീ എവിടെ കിടന്ന് ചത്താലും, എത്ര വലിയ പണ്ഡിതൻ നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്നാലും നിന്റെ നാവ് പൊങ്ങില്ല. എടി, നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്കത് പറയാൻ കഴിയില്ല. നീ അത് പറയാതെ ചത്തുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അഹങ്കരിച്ചതിന് അല്ല നിനക്ക് തരുന്ന പ്രതിഫലം, നീ ചാകാൻ കിടക്കുമ്പോ ആരെങ്കിലും നിന്റെ അടുക്കൽ വന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന നീ തിരിച്ചു പറയും, ഞാൻ എങ്ങനാ മരിക്കണമെന്നറിയോ? വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പുറപ്പോ ആരെങ്കിലും നിന്റെ ചാരത്ത് വന്നിട്ട് ഷഹാദത്ത് കലിമ പറഞ്ഞു തന്ന നീ തിരിച്ചു പറയും, ഞാൻ എങ്ങനാ മരിക്കുന്നതെന്നറിയോ? മരണമൊഴി ഖുർആൻ പറഞ്ഞതാ. ഇങ്ങനെയുള്ളവരുടെ മരണമൊഴി അല്ല പറഞ്ഞതാ. എന്റെ ചാരത്ത് വന്ന് നിന്ന് പറയുന്ന ഉമ്മാ,
പറഞ്ഞാ സ്വർഗം കിട്ടും ഉമ്മ. പറ ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്ത് നീ പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഞാൻ മരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാൻ മരിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? ഞാൻ കാഫിറായിട്ടാണ് മരിക്കുന്നത്. ഞാൻ കാഫിറായിട്ടാണ്, ഈമാൻ ഇല്ലാതെയാണ് മരിക്കുന്നതെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാഹ്. നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ കൈവെക്കാൻ പോലും മനസ്സില്ലാത്തവന്റെ അവസാനം അവൻ തന്നെ പറയും ഞാൻ ചത്തത് ഇങ്ങനാണെന്ന് പറഞ്ഞിട്ടേ ചാകൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും എന്റെ കണ്ണിൽ നിന്ന് താഴെ വീഴും. നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്കിക്കേ. ഇപ്പൊ എല്ലാം പൊക്കി, അൽഹംദുലില്ലാഹ്. ഇനിയും പൊക്കിയില്ലെങ്കിൽ നീ പൊക്കണ്ട. ഇനി പൊക്കാത്തവൻ കയ്യേ പൊക്കണ്ട. അവന്റെ കാര്യം അള്ളാഹ് പൊക്കിച്ചോളൂ. അവൻ അസ്റായിൽ പൊക്കുമ്പോ അറിയാം. എന്താ ഉസ്താദ് നിങ്ങൾ നിൽക്കണേ? ബക്കറ്റ് എടുത്ത് സുബ്ഹാനല്ലാഹ് പെട്ടെന്ന് എടുത്തോ. ആ പൊക്കിയ കൈയൊന്ന് പൊക്കെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ കൈ പൊക്കിക്കേ. അള്ളാഹ് ചോദിക്കുകയാ സ്വർഗത്തിലേക്ക് ഓസിന് പോകാൻ പറ്റുമോ എന്ന് അള്ളാഹ് ചോദിക്കണേ. ആ പൊക്കിയ കൈ പോക്കറ്റിട്ടിട്ട് ആ ബക്കറ്റി വല്ല എടുത്തിട്ട് ആ പൊക്കിയ കൈ നേരെ പോക്കറ്റിലിടുക. എന്നിട്ട് എന്തെങ്കിലും ഒരു സദക്ക എടുക്കുക. ഇവിടെ ചങ്ങതി ഇപ്പോ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒരു നല്ല സദക്ക. എന്തേ സദക്ക? ഓസിന് വേണ്ട ആമിനാത്ത. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, എല്ലാ ദുരന്തങ്ങളെയും തട്ടിമാറ്റും. കൊറോണ എന്ന് പറയുന്ന രോഗം നിനക്ക് വരാത്തത് നീ മാസ്ക് ഇട്ടത് കൊണ്ടാണെങ്കിൽ നിന്റെ തെറ്റിദ്ധാരണയാണത്. മാസ്ക് ഇട്ടത് കൊണ്ട് മാത്രമല്ല, നീ കൊടുക്കുന്ന സദക്ക, നീ കൊടുക്കുന്ന ദാനധർമ്മം. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഈ പാവപ്പെട്ട ഗുരുനാഥന്മാര് പടച്ചവനെ ഈ സംഘടിപ്പിച്ച പരിപാടികളുടെ വിജയത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ ഉറക്കം നടിക്കല്ലേ, ഉറക്കം തൂങ്ങല്ലേ, തല താഴ്ത്തിയിരിക്കല്ലേ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സദക്ക കൊടുക്ക്. അല്ലാഹു നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, അവസാനം ഇരിക്കുന്ന പണ്ഡിതന്മാര്, പ്രായമുള്ളവർ, രോഗികൾ, കുട്ടികൾ, പടച്ചവനെ എല്ലാവരുടെ മുന്നിലിരുന്നു കൊണ്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്ന് ഏറ്റുപറയുകയാ. കാരണം ആരെ നേരം വെളുപ്പിക്കുമെന്ന് പറയാറ് ഈ സദസ്സിലിരിക്കുന്നവർ മുഴുവനും ഇന്ന് വീട് വരെ ചെല്ലുമെന്ന് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. കാരണം മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും ഈ സദസ്സിലിരുന്നു കൊണ്ട് തൗബ ചെയ്യാതെ പിരിയരുത്, ദുആയിക്കിരിക്കാതെ പിരിയരുത്. അതാ പിരിവ് തുടങ്ങുമ്പോ എഴുന്നേറ്റ് ഓടരുത്. എല്ലാവരും തൗബ ചെയ്തിട്ടേ പിരിയാവൂ. ഇന്നുവരെ ജീവിതത്തിൽ ചെയ്തത് മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ പറയാതെ പിരിയല്ലേ, തൗബ ചെയ്യാതെ പിരിയല്ലേ. അല്ലാഹുവേ, തൗബ ചെയ്ത് പിരിയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. സദസ്സിൽ വന്ന എല്ലാവരും അല്ലാഹുവിനോട് തൗബ ചെയ്തിട്ടേ പിരിയാവൂ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരും അള്ളാഹിന്റെ മുന്നിൽ തൗബ ചെയ്യണം. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? ഉസ്താദെ, ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ കാമുകനുമായിട്ട് കറങ്ങിയിട്ടുണ്ട്, നഗ്നചിത്രം വഹിച്ചു കൊടുത്തിട്ടുണ്ട്, ഞാൻ എങ്ങനെ അള്ളാഹിനോട് തൗബ ചെയ്യാ? എന്റെ പൊന്നാര ആമിനത്ത, തൗബ എന്ന് പറഞ്ഞാൽ വിളിച്ചു പോവലല്ല. തൗബ എന്ന് പറഞ്ഞാൽ എല്ലാം പടച്ച റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചു പറയണമെന്നല്ല. തൗബ എന്ന് പറയുന്നത് അത് ചെറിയ ഒരു വാക്കാണെങ്കിലും പറയേണ്ടത് പറയതുപോലെ പറഞ്ഞാൽ മതി. നീ നിലവിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ട് നീ പറയേണ്ടത് പോലെ പറഞ്ഞാൽ മതി. ഒറ്റ ഒരു ചരിത്രം പറയാം, ഒരേ ഒരു ചരിത്രം ഞാൻ പറയാം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മാമാടെ പേരല്ല പറഞ്ഞത്, ഒരു പ്രവാചകന്റെ പേരാ പറഞ്ഞത്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. ആരാ?
ആരാ? മൂസാ നബി അലൈഹിസ്സലാം. ഒന്ന് അലൈഹിസ്സലാം പറഞ്ഞേ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നാട്ടുകാർ മുഴുവനും വന്നിട്ട് പറഞ്ഞു, നബിയെ മഴയില്ല, വെള്ളമില്ല, എങ്ങനാ തൗബ ചെയ്യണ്ടേന്ന് പഠിച്ചോ, എന്നിട്ടല്ലേ വഅദ് പറയണ്ടേ. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, വെള്ളമില്ല, മനുഷ്യനും കുടിക്കാനില്ല, മൃഗങ്ങൾക്കുമില്ല, ഒന്നിനുമില്ല, വല്ലാത്ത വരൾച്ച, ഒന്ന് ദുആ ചെയ്യണം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന ദിവസം എല്ലാവരും നാട്ടിലുള്ളവർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ കൂടണം. അങ്ങനെ മൂസാ നബി ഒരു ദിവസം പറഞ്ഞു, ജനങ്ങൾ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. ലക്കായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക. മൂസാ നബി രണ്ട് കൈയും ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരണേ തമ്പുരാനെ, ഈ നാട് മുഴുവനും നിന്റെ മുന്നിൽ വന്നിരിക്കുകയാ, അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ തരണം. മഴ പെയ്യണില്ല, മഴ പെയ്യുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ അല്ലാഹ്, മഴ പെയ്യണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ മഴ തരണേ അല്ലാഹ്, മഴ പെയ്യണില്ല. ഇതിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആകാശ ലോകത്ത് നിന്ന് കടന്നു വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക്, പ്രവാചകനായ മൂസാ നബിയുടെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുന്നു, മൂസ നബിയേ മഴ പെയ്യില്ല നബിയേ, ദുആ സ്വീകരിക്കില്ല നബിയേ, അങ്ങ് ദുആ ചെയ്തത് സ്വീകരിക്കണമെങ്കിൽ അങ്ങയുടെ മുന്നിൽ നിരന്നിരിക്കുന്ന ഈ 10,000 ഇതിന്റെ ഇടയിൽ ഒരു മനുഷ്യനുണ്ട്, 40 വർഷമായിട്ട് പാപം ചെയ്ത് നടക്കുന്നവനാ, 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്നവനാ. അവൻ എഴുന്നേറ്റ് പോകാതെ, അവന്റെ തൗബയില്ലാതെ മഴ പെയ്യില്ല നബിയേ. മൂസാ നബിയുടെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ, 40 കൊല്ലമായിട്ട് പാപം ചെയ്യുന്ന ഒരുത്തനീ സദസ്സിലുണ്ട്, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ, അവനോട് എഴുന്നേറ്റ് പോകാൻ പറ. അവൻ എഴുന്നേറ്റ് പോകാതെ ആകാശത്ത് നിന്ന് ഒരു തുള്ളി വെള്ളം പോലും താഴെ വരില്ല നബിയേ. മൂസാ നബിയോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ 10,000 വരുന്ന അനുയായികളോട് മൂസാ നബി വിളിച്ചു പറയുന്നു, ജനങ്ങളെ, ജിബ്രീൽ വന്ന് പറഞ്ഞതെന്തെന്നറിയുമോ? നിങ്ങളുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ഈ സദസ്സിന്റെ അകത്തിരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ മഴ തരില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ, ആരാണെങ്കിലും എഴുന്നേറ്റ് പോകണേ. മൂസാ നബി പറയുമ്പോ ജനങ്ങൾ പരസ്പരം നോക്കുകയാണ്, ആരാണല്ലോ 40 കൊല്ലമായി പടച്ചവനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യനാരാ? എല്ലാവരും പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നോക്കുമ്പോ ആ 40 വർഷമായിട്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യന് അതേ ജനങ്ങളുടെ ഇടയിലുണ്ട്, ആ സദസ്സിലുണ്ട്. അവൻ അവിടെ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു, അല്ലാഹ് ഇവരുടെ ഇടയിൽ നിന്ന് ഞാനെങ്ങാണ്, എന്നെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്, എന്നെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്, ഞാനെങ്ങാനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെടുമല്ലോ അല്ലാ. അതുകൊണ്ട് ആ മനുഷ്യനാ ജനങ്ങളുടെ നടുവിലിരുന്നു. എന്നിട്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. അടുത്തിരിക്കുന്നവര് പോലും കേട്ടില്ല, അടുത്തിരുന്നവര് പോലും കേട്ടില്ല. ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുകയാ, പടച്ചവനെ ചെയ്തത് മുഴുവനും പാപമാണല്ലാ, 40 കൊല്ലം ചെയ്തത് മുഴുവനും പാപമാണല്ലാ, ഇനി
ചെയ്യില്ല റബ്ബേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല റബ്ബേ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുകയാണ്, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് പശ്ചാത്തപിക്കുകയാണ്. അല്ലാഹുവേ, എന്നെ നീ നാണം കെടുത്തല്ലേ അല്ലാ. എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ. 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, ആ സദസ്സിലിരുന്നിട്ട് തൗബ ചെയ്തിട്ട് പടച്ചവനോട് പറയുകയാണ്, അല്ലാഹുവേ എന്റെ തൗബ സ്വീകരിച്ച മഴ തരണേ അല്ലാ. ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങുകയാണ്. ജനങ്ങളെ മുഴുവനും സന്തോഷം കാരണം തുള്ളിച്ചാടുകയാ. മൂസാ നബിക്ക് അത്ഭുതമായി. ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയില്ല, ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല. അല്ലാഹുവിനോട് ദുആയും ചെയ്തില്ല. പിന്നെ എങ്ങനെയാണ് ജിബ്രീൽ മഴ പെയ്തത്? എങ്ങനെയാണ് ജിബ്രീൽ മൂസ നബിയേ 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നവന്റെ തൗബ കാരണമാണ് അല്ലാഹു മഴ കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോൾ 40 കൊല്ലം അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് പതുക്കെ പറഞ്ഞു, അല്ലാ ചെയ്തത് മുഴുവനും തെറ്റാ, ഞാൻ സമ്മതിച്ചു. എന്നെ നീ നാണം കെടുത്തരുത്, എന്നെ നീ നാണം കെടുത്തരുത്. ഇനി മുതൽ ഞാനൊരു തെറ്റും ചെയ്യില്ല. ഇനി മുതൽ ഞാൻ നിന്നെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യില്ല. അല്ലാഹ് സ്വീകരിച്ചെങ്കിൽ നീ മഴ തരണം. പടച്ചവനെ ആകാശത്ത് നിന്ന് മഴ പെയ്തിറങ്ങി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അതിനാണ് തൗബ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നീ ഇവിടെ ഇരുന്നുകൊണ്ട് അല്ലാഹ് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് വിളിച്ചു പറയണ്ട, മനസ്സിൽ പറഞ്ഞാ മതി. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നീ പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞാ മതി. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അല്ലാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ 5 കാര്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞാൽ അല്ലാഹു 5 പ്രതിഫലം തരും. അത് പറഞ്ഞിട്ട് പിരിയ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇപ്പൊ തന്നെ 9:35 5 എണ്ണം പോയിട്ട് ഒരെണ്ണം പോലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. സത്യം പറഞ്ഞ ഒരു പിരിവ് നടത്തി 3 സ്വലാത്തും പറഞ്ഞു ദുആ ചെയ്താ 10 മണിയാകും. അപ്പൊ എന്ത് വേണം? വിഷയത്തിലോട്ട് കയറണോ നിർത്തണോ? എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണം ഇൻഷാ അല്ലാഹ്. ഒന്ന് കൈവക്കിക്കേ. വളയും മോതിരവും ഒക്കെ കാണുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം. എപ്പോഴും പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം. എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ സദക്ക ചോദിക്കും, അത് തന്നാ മതി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയണില്ല, അത് സ്വീകരിക്കുമാറാകട്ടെ. പേടിക്കണ്ട. അല്ലാഹു ഒരുത്തനും സദക്ക കൊടുത്തിട്ട് ആരും ഇന്നവരെ എത്തിക്കാനിലായിട്ടില്ല. കണ്ടില്ലേ, മരിച്ചുപോയപ്പോ കഫൻ തുണിയും കൊണ്ടാവുക. ഇപ്പം പോയവർ അതും കൊണ്ടുപോയില്ലെന്ന്. ഈ കൊറോണ വന്ന് മരിക്കുന്നവരെ കഫൻ പൊതിയും, മറ്റേ ബോക്സിനകത്തിട്ടായിരിക്കും പൊതിയാണ്. പഞ്ചമാപാദം എല്ലാത്തിനും പേടിയാ. കൊറോണ വന്നിട്ട് മരിക്കുമോ അല്ലേ? പള്ളി വന്ന ഇങ്ങനെ ഇരിക്കുക, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, ഇവിടെ ഒരാള്, അകന്നകം. പള്ളി കമ്മിറ്റിക്കാരുടെയൊക്കെ ജോലി കാണണമെങ്കിൽ നമ്മളൊക്കെ ഹദീസിൽ കേട്ടിട്ടുണ്ട്, വെള്ളിയാഴ്ച ദിവസം ജുമയ്ക്ക് പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ 2 മലക്കുകൾ നിൽക്കും. ഇല്ലേ? നിൽക്കൂലേ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ പള്ളിയുടെ കവാടത്തിൽ 2 മലക്കുകൾ നിൽക്കും. ആരാണ് നേരത്തെ വന്നത് എന്ന് ചോദിക്കാൻ വേണ്ടി നിൽക്കൂലേ? നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ പോകുമ്പോ കാണാം, പള്ളിയുടെ സെക്രട്ടറി ബുക്കും കൊണ്ടിരിക്കും, പ്രസിഡന്റ് മറ്റേ സാധനം ടെസ്റ്റ് ചെയ്യുന്നത്. എന്താ എന്റെ പേര്? അല്ല, മറ്റേ ടെമ്പറേച്ചർ നോക്കുന്ന സാധനം. ജോയിന്റ് സെക്രട്ടറി മറ്റേ അടിക്കണ സാധനം. ഇതാ പണി. അല്ലാഹ് മോൻ പടച്ചൻ ആരാ? ചാരുകസേര കയറി ഇരുന്നിട്ട് ഇലക്ഷൻ നടത്തിയിട്ട് പൈസ മുടക്കി ഏസിക്കാത്തിരുന്ന് കറങ്ങുമായിരുന്നു. ഇപ്പൊ പണി എന്താ? ബുക്കും വെച്ചോണ്ടിരിക്കുക, അബൂബക്കർ ഫോൺ നമ്പർ എഴുതിക്കൊണ്ടിരിക്കുക. അല്ലാഹ് ആരാ? ഇരുത്തൂലേ പടച്ചൻ? അല്ലാഹ് ഇരുത്തൂലേ? ഇപ്പൊ പണി അതൊക്കെ തന്നെയാ. അല്ലാഹു 8ന്റെ പണിയാ ഇപ്പൊ എല്ലാത്തിനും തന്നിരിക്കുന്നത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പടച്ചോനെ, എല്ലാത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാമൂഹിക അകലം പള്ളിക്കകത്ത്. ബസ്സിൽ കണ്ടിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ തിരക്ക് കണ്ടിട്ടുണ്ട്. എന്ത് സാമൂഹിക അകലം!
മാർക്കറ്റിൽ പോയി നോക്ക്, കടയിൽ പോയി നോക്ക്, കല്യാണ വീട്ടിൽ പോയി നോക്കൊന്നുമില്ല. പക്ഷെ പള്ളിക്കകത്ത് വന്നു കഴിഞ്ഞാൽ മാസ്ക്, സാനിറ്റൈസ്, അകൽച്ച. പടച്ചവൻ എന്തായില്ലേ. നമ്മുടെയൊക്കെ പേടി കൊറോണ വന്ന് മരിച്ചു പോകുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ ഒരെണ്ണവും കൊറോണ വന്ന് മരിക്കത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കുവോ? മരിക്കൂല. കാരണം എന്തെന്നറിയോ? കൊറോണ വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. കൊറോണ എന്ന് പറയുന്ന രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലി 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. 6 രോഗങ്ങൾ 6 രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പ്ലേഗ് വന്നിട്ട് മരിക്കുക, ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ മരിക്കുക, വെള്ളത്തിൽ മുങ്ങി മരിക്കുക, വയറിന്റെ ഉള്ളിൽ രോഗം വന്ന് മരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ടിട്ടുണ്ട് ദുരന്തം. ഈ പറയുന്ന പ്ലേഗ് രോഗം പോലെയുള്ള രോഗമല്ലേ ഈ കൊറോണ? ഇല്ലെങ്കിൽ പോകട്ടെ, ദുരന്തമല്ലേ, ലോക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചതല്ലേ. അപ്പോ ഈ രോഗം വന്ന് മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. എന്റെ പൊന്നാര ആയിഷ, നിനക്ക് ഷഹീദിന്റെ കൂലി കിട്ടി മരിക്കാൻ എന്നാ ഒലക്കെ നിന്റെ ജീവിതത്തിൽ ഇത് വെച്ചിട്ടുള്ള? നമ്മൾ എന്ത് ചെയ്തിട്ടാ ഷഹീദിന്റെ കൂലി ഇട്ട? കിട്ടൂല. അതുകൊണ്ടല്ലേ അള്ളാഹു ഇങ്ങനെ ഓരോന്നിനെ പറക്കിയെടുക്കണേ. അങ്ങനെ അല്ല ഇഷ്ടപ്പെട്ട ചിലരെ മാത്രം നമ്മൾ JCBക്ക് കുഴിയെടുത്തിട്ട് കുഴിച്ചിടുന്നു. പൊട്ടന്മാര് നമ്മള്. ഷഹീദായ ഒരാളെ കൊണ്ട് കബറടക്കുന്നത് കണ്ട മയ്യിത്ത് നിസ്കരിക്കാനോ ആളില്ല, കാണാനോ ആളില്ല. മതിലിനകത്തൂടെ JCB ഇട്ട് തോണ്ടും, അതും 10 അടി കുഴി. സുബ്ഹാനല്ലാഹ്. മരിച്ചവന്റെ ശരീരത്തിൽ എന്ത് വൈറസ്? അല്ലാഹു അഅലം. ഞാൻ പറഞ്ഞത് പേടിക്കണ്ടട്ടാ, ആ രോഗം വന്ന് നമ്മളെ മരിക്കൂല. അതിനും യോഗം വേണം. അതാ ഞാൻ പറഞ്ഞേ. ആ രോഗം വന്ന് മരിക്കണേ, അതിനും ഒരു യോഗം വേണം. കാരണം ഷഹീദിന്റെ കൂലി അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പേടിക്കണ്ട, കൊറോണ വന്ന് മരിക്കണമെന്നല്ല, വെള്ളിയാഴ്ച മരിച്ചാലും ഷഹീദിന്റെ കൂലിയാ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബഹുമാനായ മൂരിയാട് ഉസ്താദ്, അള്ളാഹുവെ വല്ലാത്ത സൂഫി വര്യൻ, വെള്ളിയാഴ്ച 11:30 പോയെ. അതൊക്കെയല്ലേ മരണം, അതൊക്കെയല്ലേ മരണം. വെള്ളിയാഴ്ച 11:30 സമയത്ത് എനിക്ക് തോന്നുന്നു, ഞാൻ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോൺ കോൾ വരുന്നത്, ഉസ്താദ് മരണപ്പെട്ടു എന്ന്. അള്ളാഹു ഇവിടുത്തെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതൊക്കെ വെള്ളിയാഴ്ചയൊക്കെ കണ്ടിട്ടില്ല ചിലര്, വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ് ഖബറിൽ കിടക്കാൻ പോകുന്നത്. അതാ ദുആ ചെയ്യുന്നത് വെള്ളിയാഴ്ചതാ. കാരണം വെള്ളിയാഴ്ച മരിക്കുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന് എണ്ണിക്കോ. ഒന്ന്, ഈ സദസ്സിലിരുന്നു കൊണ്ട് ആരെങ്കിലും അവസാനം ദുആ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് താഴെ വീണാൽ ആ കണ്ണീരിന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, റസൂലുള്ളാഹി തങ്ങളാണ് പറയുന്നത്. കരഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് കരയുകയാണെങ്കിൽ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട്, മരണചിന്തയോടെ, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് ഈ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിക്കുമല്ലോ, മറുപടി പറയേണ്ടി വരുമല്ലോ. ഖബറിന്റെ അകത്ത് വല്ലാത്ത അദാബാണല്ലോ, നരകത്തിലിട്ട് അല്ലാഹു എന്നെ കരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യന് കരഞ്ഞാ ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. നരകത്തിന്റെ തീ നിന്നെ തൊടില്ലടാ ചെറുപ്പക്കാരാ. എടാ, നരകം നിന്നെ തൊടില്ലടാ. നരകം നിനക്ക് ഹറാമാ, നരകം നിനക്ക് ഹറാമാ. ആരാ കരയുന്നത്? നരകത്തെ കുറിച്ച് ഓർത്തുകൊണ്ട് കരയുന്നതാരാ? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ ഒരു തേങ്ങല് കേൾക്കുകയാണ്, ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോ പാതിരാത്രിയുടെ നിശബ്ദതയിലെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമാവുകയാണ്. ആരാണ് പടച്ചവനെ? കഅബാലയത്തിന്റെ കില്ല പിടിച്ച് കരയുന്നതാരാണ്? അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ
ജിബ്രീൽ അലൈഹിസ്സലാമാണ് കരയുന്നത്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കാണ് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടുകൂടെ ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാ ജിബ്രീലേ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ നരകത്തെ ഓർത്തിട്ടാ, നരകത്തെ ഭയന്നിട്ടാണ്, നരകത്തിനെ പേടിച്ചിട്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാ, നീ എന്തിനാ ജിബ്രീലേ കരയുന്നത്? നീ എന്തിനാ നരകത്തെ ഓർത്ത് കരയുന്നത്? നീ എന്തിനാ നരകത്തിനെ പേടിക്കുന്നത്? നീ മലക്കല്ലേ? പ്രവാചകന്മാർക്ക് മുഴുവനും വഹിയുമായി കടന്നു വന്ന മലക്കല്ലേ? എന്തിനാ ജിബ്രീലേ കരയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോ രാത്രി കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് നിന്ന് കരയുകയാ. ചോദിച്ചു, നീ എന്തിനാ കരയണേ? നരകത്തെ ഓർത്തിട്ട് കരയാ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതിന് നീ എന്തിനാ നരകത്തെ പേടിക്കണേ? നീ മലക്കല്ലേ? നീ മലക്കല്ലേ? നീ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, മലക്കുകളുടെ നേതാവല്ലേ, എല്ലാ മലക്കുകൾക്കും വഹിയുമായിട്ട് വരുന്നത് നീയല്ലേ, പിന്നെ എന്തിനാ നീ കരയണേ? ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കു പറഞ്ഞു, നബിയെ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു അസാസീൽ, ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്നു ഇബ്ലീസ്, അവന്റെ ഗതി കണ്ടില്ലേ? ഞങ്ങളുടെയൊക്കെ ഉസ്താദായിരുന്ന ഇബ്ലീസിന്റെ ഗതി കണ്ടില്ലേ? എപ്പോഴാ മാറിപ്പോണെന്ന് അറിയില്ലല്ലോ നബിയെ. അതുകൊണ്ട് കരയുകയാണെന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ രാത്രിയും കഅബാലയത്തിന്റെ മുറ്റത്ത് വന്ന് കരയുമെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ഇസ്രാ മിഅ്റാജും നടക്കുന്ന രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുകയാ, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുകയാ, മാ ലഹിക മീകായിൽ, എന്താ ഈ മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കാത്തത്? എന്താ ജിബ്രീലേ, ഈ മീകായിൽ എന്ന് പറയുന്ന മലക്ക് ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്തേ ചിരിക്കാത്തെ? ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, മുൻദു ഖുലിഖതുഹു ഫിന്നാർ, അല്ലാഹു നരകത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആ മലക്ക് ചിരിച്ചിട്ടില്ല. മീകായിൽ എന്ന് പറയുന്ന മഴയും ഇടിയും കാറ്റും ഇതിന്റെയൊക്കെ ചുമതലയുള്ള മീകായിൽ എന്ന് പറയുന്ന മലക്ക് നരകത്തെ അല്ലാഹു സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ ചിരിച്ചിട്ടേ ഇല്ല. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ, ആകാശ ലോകത്തേക്ക് കടന്നു പോകുമ്പോൾ എല്ലാ മലക്കുകളും ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, എല്ലാവരും പ്രവാചകനെ സ്വീകരിക്കുന്നു. പക്ഷേ മാലിക് എന്ന് പറയുന്ന ഒരേ ഒരു മലക്കു മാത്രം ഒന്ന് തല പോലും ഉയർത്തുന്നില്ല. മാലിക് എന്ന് പറയുന്ന മലക്കൊന്ന് തല പോലും ഉയർത്തുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിച്ചു, ആരാ അത്? അത് മാലിക്കാണ് നബിയെ. എന്തേ ഒന്ന് തല പോലും ഉയർത്താത്തത്? നരകത്തിന്റെ ചുമതല ഏറ്റതിന് ശേഷം ആ മലക്ക് തലയും ഉയർത്തിയിട്ടില്ല. ഖിയാമത്ത് നാളുവരെ ചിരിക്കുകയുമില്ല. ഖിയാമത്ത് നാളുവരെ ചിരിക്കുകയുമില്ല. കാരണം നരകം. ഉസ്താദന്മാരൊക്കെ നരകത്തെ കുറിച്ച് പറയുമ്പോ ബുദ്ധി കൂടിയ നീയൊക്കെ ചോദിക്കും, ഇതൊക്കെ ഉള്ളതാണോ? ഇതൊക്കെ ഉസ്താദന്മാര് ജുമ്മാതെ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനൊക്കെ വെറുതെ പറയണതല്ലേ? ഈ നരകമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നീ കാണുന്ന ഒരു ദിവസമുണ്ട്. ഈ നരകം ഉണ്ടോ എന്ന് ഉസ്താദന്മാര് പറയുമ്പോ നിനക്ക് വിശ്വാസമില്ല എങ്കിലും നീ കാണും. ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാണ് പറയുന്നത്. കാണുന്ന ഒരു രംഗമുണ്ടടാ മോനെ. നിനക്ക് പഠിച്ചു ഒരുപാട് ബുദ്ധി കൂടിയപ്പോ ഈ പറയുന്ന ഇതൊന്നുമില്ല എന്ന് എങ്കിൽ അല്ലാഹു പറയുകയാ, റബ്ബിന്റെ പരലോകത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ റഅതഹും മിൻ മകാനിൻ ബഈദ് സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. അല്ലാഹുവേ, നരകത്തിൽ
നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന മലക്കുണ്ടല്ലോ, ആ മലക്കും തന്റെ അനുയായികളും നരകത്തിന്റെ ഒരു ഭാഗത്തെ കൊണ്ടുവരികയാണ്. കണ്ണുകളോട് പടച്ചവനെ പേടിച്ചു വിറച്ചുകൊണ്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നാളെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന മലക്കും കുറെ മലക്കുകൾ നരകത്തിന്റെ ഒരു ഭാഗത്തെ ചങ്ങലയിൽ ബന്ധിപ്പിക്കും. 70,000 ചങ്ങല, ഒന്നും രണ്ടുമല്ല, 70,000 ചങ്ങലകൾ കൊണ്ട് നരകത്തെ ബന്ധിപ്പിക്കും. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകൾ. ചങ്ങല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ചങ്ങലയല്ല. നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ ദുനിയാവിനെക്കാളും വലുതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു ചങ്ങലയുടെ വലിപ്പം തന്നെ ഈ ദുനിയാവിനെക്കാളും വലുതായിരിക്കും. അപ്പൊ ചിന്തിക്ക്, ഇങ്ങനെയുള്ള 70,000 ചങ്ങലകളിൽ ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ ഇങ്ങനെ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ വലിച്ചു കൊണ്ടുവരുന്ന രംഗത്തിലാണ് ആ നരകം കാണുമ്പോഴാ 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയിൽ നിന്നു പ്രസവിച്ച നിന്റെ പൊന്നാര മക്കള് അള്ളാഹുവോട് പറയാ, എന്റെ ഉമ്മാടെയും വാപ്പാടെയും നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ, എന്റെ പാവ ഇവരുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇവരെ നരകത്തിലിട്, എനിക്ക് സ്വർഗം താ. ഈ നരകം കാണുമ്പോഴാ മക്കള് പറയാ, യൗമയഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാണുമടി പൊന്നുമോളെ, ഉസ്താദന്മാര് വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, ആ നരകം നിന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. അന്ന് നീ പറയുമ്പടി പൊന്നുമോള്, തലമറയ്ക്കാൻ പറയുമ്പോ, മറയ്ക്കാൻ പറയുമ്പോ, അതുപോലെ വസ്ത്രം ധരിച്ചുകൊണ്ട് പറയുമ്പോ നടക്കണമെന്ന് പറയുമ്പോ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ നരകത്തിലിടുമെന്ന് പറയുമ്പോ, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ പൊന്നുമോള് പറഞ്ഞ പാഞ്ഞമിട്ടുകൊണ്ട് മുടിയുന്നതാ പഠിച്ചവനെ, അതാ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മുടിയുമിട്ടുകൊണ്ട് തോന്നിവാസിയെ പോലെ ജീവിക്കുന്ന നിന്നോട് നന്നാകടാ, നന്മ ചെയ്യടാ, ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ നരകത്തിലിടുമെന്ന് പറയുമ്പോ, ഉസ്താദേ ഇതൊക്കെ വെറുതെയല്ലേ, ഇതൊക്കെ തള്ളലല്ലേ, ഇതൊക്കെ കള്ളമല്ലേ, ഇതൊക്കെ ഈ ദുനിയാവിൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് വളരെ പുച്ഛത്തോടെ പറയുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവാടാ പറഞ്ഞത്. റബ്ബനാ അബ്സർനാ, കണ്ട് റബ്ബേ, ആ നരകത്തെ ഞാൻ കണ്ട് റബ്ബേ, എന്റെ കണ്ണുകൊണ്ട് കണ്ട് റബ്ബേ. ഉസ്താദന്മാര് പറഞ്ഞതെന്ന നരകത്തെ ഞാൻ കണ്ടല്ലാ. വസമിഅനാ, അത് കടന്ന് വിളിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേട്ട് റബ്ബേ, എന്റെ ചെവി കൊണ്ട് കേട്ട് റബ്ബേ. ഫർജിഅനാ, ഒന്നു മടക്കണേ അല്ലാ, ഒരവസരം തരണേ അല്ലാ, ഒരു ചാൻസ് കൂടെ തരണേ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഈ സദസ്സിലിരുന്നു കൊണ്ട് കരഞ്ഞാല്, ഈ സദസ്സിലിരുന്നു കൊണ്ട് നീ എങ്ങാണമെന്ന് കരഞ്ഞാ അല്ലാഹു നിന്നെ നരകത്തിലിടൂല, അല്ലാഹു നിന്നെ നരകത്തിലിടൂല. പറയുകയാ, ലാ യലിജുന്നാറ ബകാമിന ഖസിയത്തില്ലാ. എന്നിട്ട്
എന്നിട്ട് പ്രവാചകൻ ഉദാഹരണം പറയുകയാണ്. എന്ത് പറയുന്നതെന്നറിയുമോ? റസൂലുള്ള പറയുകയാണ്, ഹത്താ യറുദ്ദുൽ ലബന. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഉദാഹരണം പറയുകയാ. ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ അവനെ നരകത്തിൽ ഇടൂല. എന്നിട്ടൊരു ഉദാഹരണം പറഞ്ഞു. എന്റെ ഉദാഹരണം, ഒട്ടകത്തിന്റെയും പശുവിന്റെയൊക്കെ പാല് കറക്കാറുണ്ട്. പശുവിന്റെയും ആടിന്റെയും ഒട്ടകത്തിന്റെയൊക്കെ പാല് ഒരു പാത്രത്തിലേക്ക് കറന്നൊഴിച്ചു. ഈ പാത്രത്തിൽ വീണ പാല് എങ്ങനെയെങ്കിലും തിരിച്ചു പോകുമോ? ആ പാത്രത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച പാല്, കറന്നൊഴിച്ച പാല് പിന്നെ എങ്ങനെയെങ്കിലും ഈ പാത്രത്തിൽ നിന്ന് ആ അകിടിലേക്ക് തിരിച്ചു പോകുമോ? ഇല്ലേ? പോകൂല. പോകാത്ത കാലത്തോളം നരകത്തെ ഓർത്ത് കരഞ്ഞവൻ, അള്ളാഹുവിനെ ഭയന്ന് ഓർത്ത് കരഞ്ഞവൻ, അവനെ നരകത്തിന്റെ തീ തൊടുക പോലുമില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാ കണ്ണീരിന്റെ വില. അത് സീരിയല് കണ്ടിട്ടങ്ങട്ട് കരയാമിനകത്ത് ഇരുന്നിട്ട്, പടച്ചവനെ എന്നാ കരച്ചിലെന്നറിയും. സിനിമയും സീരിയലും കാണുമ്പോ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. ആ കണ്ണീര് കൊണ്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? നീ സീരിയലും സിനിമയും കണ്ടിട്ട് കരയുമ്പോ അഭിനയിക്കുന്നവള് അഭിനയിച്ചിട്ട് പൈസയും പിടിച്ചിട്ട് ഓള് പോകും. നീ ഇരുന്ന് മോങ്ങ ഇങ്ങനെ അതിന്റെ മുമ്പിൽ ഇരുന്നിട്ട്. മരണ വീട്ടിൽ പോയിരുന്ന് കരയും, വല്ല പ്രയോജനമുണ്ടോ? മരിച്ച വീട്ടിൽ പോയിരുന്ന് കരഞ്ഞിട്ട് നിനക്ക് വല്ല പ്രയോജനമുണ്ടോ? നിന്റെ വാപ്പ മരിച്ചു, നീ കരഞ്ഞാ സ്വർഗം കിട്ടുമോ? ഉമ്മ മരിച്ചുപോയി, ഉമ്മാന്ന് കടന്ന് നിലവിളിച്ച സ്വർഗത്തിൽ പോവോ? പറഞ്ഞങ്ങാതി പോവോ? എന്താ മിണ്ടായിരിക്കണേ? കരഞ്ഞാ സ്വർഗത്തിൽ പോവോ? പിന്നെന്താ പ്രയോജനം? ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് നിലവിളിക്കാം, രോഗിയുടെ മുന്നിൽ പോയി നിന്ന് നിലവിളിക്കാം. ഒരു കാര്യമില്ല, ഫായിദാനിയ ഒരു കാര്യം നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ടൊന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുവേ, നരകം, പടച്ചവനെ, ഖബർ, പരലോകം, മഹ്ശറ, ആ കണ്ണീരിന് നിനക്ക് വിലയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ.